ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്തം തുടങ്ങുകയാണ്. അതായത് നമ്മുടെ പൂക്കളം നമ്പർ 1 ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഒരു സീരീസ് പോലെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. സക്സസ് ആവുമല്ലോ ഒന്നും അറിയില്ല. ചിലപ്പോൾ പകുതി വെച്ച് ഞാൻ നിർത്തും. കാരണം എന്താ വെച്ചാൽ അവർക്ക് വയ്യാതെ ആവുമോ അല്ലെങ്കിൽ അവർ ഭയങ്കര അലമ്പാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഡേ 1 ആണ്. ഡേ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രോയും നമ്മുടെ പൂക്കളം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താ വെച്ചാൽ രാവിലെ 8 മണിയാകുമ്പോൾ മൂത്ത ആൾക്ക് സ്കൂളിൽ പോകണം. അപ്പം നമുക്ക് അന്ന് 8 മണിയാകുമ്പോഴേക്കും അവന് ഫുഡ് കാര്യങ്ങൾ വെച്ചാൽ രാവിലത്തെ മോർണിംഗ് സ്നാക്സ്, പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. 8:10 ഓട്ടോ വരും. അപ്പോഴത്തേക്ക് അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി വേണം പറഞ്ഞയക്കാൻ. അപ്പം നേരത്തെ എഴുന്നേറ്റിട്ട് പൂക്കളിടാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈവൻ പിള്ളേർ ഉറങ്ങി 3 പേർക്കും ഭക്ഷണം കൊടുത്ത് അവരെ ഉറക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് അടിച്ച് തുടച്ച് ബെഡിട്ട് കിടന്ന് വരുമ്പോഴേക്ക് സമയം എങ്ങനെയാണേലും 12:30 1 മണീൻ്റെ അടുത്ത് ആവാറുണ്ട് ഡെയിലി. അപ്പോൾ രാവിലെ 5 മണി 5:30 എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാതെയാവും. അപ്പോൾ ഓൾറെഡി ബാലൻസിൻ്റെ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ തലകറക്കമൊക്കെ വരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു ബാലൻസിൻ്റെ തകരാറ്. അപ്പം അത് കാരണം 6 മണിക്കാണ് എഴുന്നേൽക്കുക. 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് സമയം എന്തായാലും അവൻ പോയി കഴിയുമ്പോഴേക്ക് പിന്നെ ഹസ്ബൻഡ് പോകാൻ. അപ്പോൾ ആൾക്കുള്ളതും ഒക്കെ റെഡിയാക്കിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്ക് അവൻ പോകാനാകുമ്പോൾ തന്നെ പിള്ളേരെ എഴുന്നേൽക്കും. ചില ദിവസം നേരത്തെ എഴുന്നേൽക്കും. ഇന്നിപ്പം മോള് നേരത്തെ എഴുന്നേറ്റ്. അപ്പം അവരെ കാര്യങ്ങളും നോക്കണം. അതൊക്കെ കാരണം പൂക്കളിടാൻ ലേറ്റായി. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കൾ ഇടുന്ന വീഡിയോ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 10 മണി ആയതുകൊണ്ട് തന്നെ അവർക്ക് കഞ്ഞി കൊടുക്കണമായിരുന്നു. അപ്പം അമ്മ അവർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പം ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തത്. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരമ്മേനെ വീട് മുഴുവൻ ഇട്ട് ഓടിക്കുക. അമ്മയ്ക്ക് പാടില്ലാത്തതാണ്. അപ്പം അത് കാരണം ഫോൺ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തത്. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. എഡിറ്റിങ് നടക്കുന്നില്ല. കുറേയൊക്കെ മടിയുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ പിള്ളേരെ പുറകെ മോൻ്റെ പഠിത്തം കാരണം അവന് എല്ലാ മാസവും എക്സാമും കാര്യങ്ങളൊക്കെയാണ്. 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ. പക്ഷെ എല്ലാ മാസവും മന്ത്ലി എക്സാം ഉണ്ട്. അപ്പം അത് പഠിപ്പിക്കലും എല്ലാം കൂടി ആയിട്ട് രാത്രിയും ഉറക്കില്ല, രാവിലെയും പകലും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ എന്താണ്, അപ്പം എന്തായാലും നമുക്ക് 10 ദിവസം ഇടാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കാം. എന്ന് സ്റ്റോപ്പ് ആവുന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്ത് ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പം 50 രൂപയ്ക്ക് പൂ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് 50 രൂപേൻ്റെ പൂവല്ല, പകുതിയായിട്ട് എടുത്താണ് ഇന്നത്തേക്കും. നാളെയും പകുതി എടുത്ത് പിന്നെ കുറച്ച് നമ്മുടെ ഇലകളും പിന്നെന്താ പറയുക കുറച്ച് ചെത്തിപ്പൂവും ഒക്കെ കൂടെ ചേർത്തിട്ടൊരു തട്ടിക്കൂട്ട് പൂക്കളാണ്. അപ്പം ഇതാണ് നമ്മുടെ പൂക്കളം. ഇതൊരു ബ്ലൂ ഷെയ്ഡ് പോലെ ഉണ്ട്. അത് മുറ്റത്ത് നമ്മൾ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കോലായിൽ. അത് കാരണമാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് തോന്നുന്നത് കേട്ടോ. പൂക്കളം നേരിട്ട് കാണാൻ കുറച്ചുകൂടെയൊക്കെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു ഇതിൽ കാണുന്നതിലും. ഇതിലും കുറച്ചുകൂടെ ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ ഇട്ടത്. പക്ഷെ ഇതിലാ ഒരു ലൈറ്റ് ഉണ്ട് കാരണമാണ് ഒരു ബ്ലൂ ഷെയ്ഡ് കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടോ ഈ ഒരു ഷീറ്റ് ഉള്ളത് കാരണം അതിൻ്റെ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ അമ്മ പട്ടീനെ കുളിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഇത്രയും നേരം മുറ്റത്തായിരുന്നു. ഭാഗ്യത്തിന് പൂക്കളൊന്നും വാരാൻ അവർ വന്നില്ല. അപ്പം ഇതാണ് പൂക്കളം. പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് അവരിതാ TV കാണാണ്. കുളിയെന്ന് വെച്ചാൽ തല കുളിപ്പിച്ചിട്ടില്ല, മേല് മാത്രം കഴുകിച്ചതാണ്. അവർക്ക് ചെറിയൊരു ചൂട് പോലെ തോന്നി. അത് കാരണം തല കുളിപ്പിച്ചിട്ടില്ല. കഞ്ഞൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകിച്ചിരിക്കുകയാണ് 2 പേരും. തുണി വിരിക്കാൻ വേണ്ടി തുണി ഇടാൻ മിഷീനിടാൻ വേണ്ടി മുകളിൽ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ആളുകൾക്ക് എന്താ പറയുക സ്നാക്സ് കൊടുത്ത് അയക്കാനൊക്കെ ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വിചാരിക്കും 2 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചെടുത്താൽ അവർ അതിനാണ് അത്രത് എന്ന്. പക്ഷെ അങ്ങനെയല്ല, ബിസ്ക്കറ്റ് ഒന്നും പറ്റില്ല. അവൻ്റെ സ്കൂളിലേക്ക് അവൻ്റെ സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അവനാണെങ്കിൽ ഒരു വിധം ഒന്നും കഴിക്കില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അവന് പറ്റുന്ന രീതിയിൽ കറി ആക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ബ്രെഡും ജാമും കൊടുക്കാം. പക്ഷേ ബ്രെഡും ജാമും അവന് ഇഷ്ടമല്ല, അവൻ കഴിക്കില്ല. പിന്നെ എനിക്ക് അവനെന്തെങ്കിലും തോരൻ കൊടുക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം അത് കാരണം ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കും. പിന്നെ കറിയായിട്ട് പിന്നെ കഴിഞ്ഞ വർഷം അവൻ തോരനൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. തൈരും എന്തെങ്കിലും വറുത്തത് അതായിരുന്നു അവൻ്റെ ഉച്ചക്കത്ത്. പക്ഷെ ഇപ്പം ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാബേജ്,
പിന്നെ എന്തെങ്കിലുമായിട്ട് ഞാൻ ബ്രിഞ്ചാൾ അവന് ഭയങ്കര ഇഷ്ടം, വഴുതന അവന് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെച്ചാൽ. പിന്നെ അങ്ങനെ എന്താണോ ഉള്ളത് അതൊക്കെ ഞാൻ തോരൻ വെച്ചിട്ട് അവന് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കഴിക്കുക, ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും. മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ചിലപ്പോൾ കഴിക്കില്ല മിസ്സേ എന്ന് പറഞ്ഞത് കാരണം മിസ്സ് നോക്കും. അത് കാരണം ഒരു 90% ഒക്കെ കഴിച്ചിട്ടാണ് വരാറുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ ലേറ്റ് ആവുന്നത്. പിന്നെന്താ, ഇപ്പം കുട്ടികൾ പട്ടാളങ്ങൾ ഉറക്കാൻ പോവുകയാണ്. അവർക്ക് നല്ല ഉറക്കമുണ്ട്, രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റുണ്ട്. അപ്പോൾ ഇതാണ് ഡേ 1 ഒന്നും ആയിട്ടില്ല. ഇനിയും കുറേ ഓണമായിട്ട് ബന്ധപ്പെട്ട വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഡേ കുറേ കിടപ്പുണ്ട്, കുറേ പണികളും കാര്യങ്ങളും ഉണ്ട്, ഒതുക്കാനും പിടിക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പം അതിനൊന്നും വീഡിയോ എടുക്കുന്നില്ല, കാരണം എനിക്ക് വീഡിയോ എടുത്ത് നടക്കുമ്പോഴേക്ക് എനിക്ക് എൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. ഉറങ്ങുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് കാരണം ഞാനൊന്നും വീഡിയോ എടുക്കുന്നില്ല. പിന്നെന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബായ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. അപ്പം നമ്മുടെ ഓണം സീരീസ് നാളെ വരുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബായ്.